ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, സ്വഹീഹ് മുസ്ലിമിലും കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ, മുഹിബ്ബുസ് സുന്നഹ്, മഹാനായ സ്വഹാബി, മസ്ജിദുൻ നബവിയിൽ സ്വഹാബികളോടൊപ്പം സുബ്ഹി നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോ ഓരോ സ്വഹാബികൾ ഇങ്ങനെ കഥ പറയും, നബിയെ ഞാൻ ഇന്ന സ്വപ്നം കണ്ടു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, അത് ഇന്നതൊക്കെയായിരുന്നു. ഒന്ന് മറുപടി വരും നബിയെ, എന്താണ് ആ സ്വപ്നത്തിന്റെ അർത്ഥം? സ്വപ്ന വ്യാഖ്യാനം ചോദിക്കും നബി തങ്ങളോട് സ്വഹാബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ തങ്ങൾ പറയാം, ഞാനാണെങ്കിലും ഒരു സ്വപ്നം കാണുന്നില്ല. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ, സ്വപ്നേ കാണുന്നില്ല. ചിലര് സ്വപ്നം കണ്ട് ഉറങ്ങാൻ തന്നെ നേരം കിട്ടണില്ല, അങ്ങനത്തെ ഒരു ഉണ്ടാവും. സ്വപ്നേ കാണുന്നില്ല അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക്, സ്വപ്നം തന്നെ കാണുന്നില്ല. കൊതിച്ചുപോയി, എന്നെങ്കിലും ഒരു സ്വപ്നം ഞാൻ കാണുകയും അതിന്റെ വ്യാഖ്യാനം അല്ലാഹുവിന്റെ റസൂലിനോടൊന്ന് ചോദിക്കുകയും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. സ്വന്തം പെങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യയാണ്. സ്വന്തം പെങ്ങള് ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുമാ. പെങ്ങളോട് പറയാം, അങ്ങനെ പെങ്ങൾ നബി തങ്ങളോട് പറഞ്ഞേക്കും. അങ്ങനെ ഒരു രാത്രി അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഞാൻ കിടന്നുറങ്ങി. ഞാൻ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഇൻ കുൻത തഅലമു ഫിയ ഖൈറൻ ഫഅരിനി ലൈലത റുയാ. പടച്ചവനെ, എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് നിനക്കറിയുമെങ്കിൽ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരണം. ഇന്ന് രാത്രി തന്നെ ഒരു സ്വപ്നം കാണിക്കണം. ഫറഅയ്തു, അങ്ങനെ ഞാൻ അന്ന് സ്വപ്നം കണ്ടത്, അതാനി മലക്കാൻ, 2 മാലാഖമാർ എന്റെ കൈപിടിച്ച് കൊണ്ടുപോയി. എന്നെ മഹ്ശറയാണ് സമയം, വിചാരണ കഴിഞ്ഞ സമയമാണ്. നരകത്തിന്റെ അരികത്തേക്ക് എന്നെ കൊണ്ടുപോയി. 2 പേരും എന്നെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി. ഫറഅയ്തുന്നാർ, ഞാൻ നരകം കണ്ടു. മുഗത്താ, നരകം മൂടിവെക്കപ്പെട്ടിരിക്കുന്നു. വഅലൈഹാ ഗിതാ കൽബിഇരി വഅലൈഹൽ ഗിതാ, ഒരു കിണർ പോലെ ഞാൻ കണ്ടു, അത് മൂടിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അലൈഹിം നാറും മുസ്വദ, നരകം അവരുടെ മേൽ മൂടിവെക്കുമെന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം അതാ, നരകം മൂടിവെക്കപ്പെടാൻ കഴിയുന്നതാണ്. ഞാനത് കണ്ടു. ഫറഅയ്തു ഫീഹി ഉനാസൻ ഖദ് അറഫ്തുഹും, എനിക്ക് പരിചയമുള്ള മക്കക്കാരായ ഒരുപാട് ആളുകൾ അന്നാ നരകത്തിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഉടനെ പറഞ്ഞു, നഊദു ബില്ലാഹി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ഫജാഅ സാലിസ്, മൂന്നാമതൊരു മാലാഖ വന്നു. ആ മലക്ക് വന്നിട്ട് പറഞ്ഞു, ലം തുറ, നിങ്ങൾ പേടിക്കണ്ട. ഞാനങ്ങ് ഞെട്ടിയുണർന്നു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് എന്റെ പെങ്ങളോട് ഹഫ്സ ബീവിയോട് പറഞ്ഞു, ഹഫ്സ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊന്ന് പറഞ്ഞു കൊടുക്കിൻ എന്റെ സ്വപ്നം, അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞു തരാൻ പറയിൻ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു അല്ലാഹുവിന്റെ റസൂലിനോട്, എന്റെ ആങ്ങള ഇങ്ങനെ സ്വപ്നം കണ്ടു നബിയെ. നിങ്ങൾ അതിങ്ങനെ കേട്ടിട്ട് പറഞ്ഞു, നിഅ്മർ റജുലു അബ്ദുല്ലാഹി ലൗ കാന യുസല്ലി ബില്ലൈൽ. നിഅ്മർ റജുലു അബ്ദുല്ലാഹി ലൗ കാന യുസല്ലി ബില്ലൈൽ. രാത്രി നിസ്കരിക്കുമെങ്കിൽ, രാത്രി 2 റക്അത്ത് തഹജ്ജുദെങ്കിലും നിസ്കരിക്കുമെങ്കിൽ, അബ്ദുല്ലാഹി വളരെ നല്ല ചെറുപ്പക്കാരനാണ്, വളരെ ഉഷാറാണ് ആള്. പക്ഷേ ആ ഒരു രാത്രി സുബ്ഹിന്റെ മുമ്പ് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ആള് മാഷാ അല്ലാഹ്. ബാക്കിയൊക്കെ ക്ലിയർ ആണ്. 2 റക്അത്ത് രാത്രിയിലെ നിസ്കാരത്തിന്റെ ഒരു കുറവ് കാണുന്നുണ്ട്. ഫമാ തറക്തുഹാ മുൻദു അൻ ഖാലഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ആ പറഞ്ഞതിന്റെ ശേഷം പിന്നെ രാത്രിയിലെ 2 റക്അത്തെങ്കിലും ഞാൻ നിസ്കരിക്കാതെ പോയിട്ടില്ലെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുമായുള്ള ബന്ധമാണ്. അല്ലാഹുവിനെ കുറച്ച് സമയം കൊടുക്കുക. അല്ലാഹുവിന്റെ സമയം കൊടുക്കുന്നത്, ഹൃദയം കൊടുക്കുന്നത്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സുഅദാ, സന്തോഷം ലഭിച്ച മുഴുവൻ ആളുകളും സമയം റബ്ബിന് കൊടുത്തവരാണ്. അല്ലാഹുവിന് സമയം കൊടുത്തു, ഹൃദയം കൊടുത്തു. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا
ومما رزقناهم ينفقون عليكم بقيام الليل രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാ നിസ്കരിക്കുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞത് കേട്ടോ. ഇശ അതിനെ സംബന്ധിച്ച് വർത്താനല്ല, അത് നിസ്കരിച്ചേ പറ്റൂ. രാത്രി 2 റക്അത്തെങ്കിലും അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കണം. അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു ദഅബുസ് സാലിഹീൻ, അത് സജ്ജനങ്ങളുടെ മാർഗമാണ്. വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, രാത്രിയുടെ ഈ ഇരുട്ടിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോ വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. വമൻഹാതുൻ അനിൽ ഇസ്മി, ചെറുപ്പക്കാർ മനസ്സിലാക്കണം. പലരും ചോദിക്കും, എന്താണ് തെറ്റ് വന്നു പോവുകയാണല്ലോ, തെറ്റിലേക്ക് പോകാതെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലല്ലോ, അതിന്റെ മരുന്നാണ് ഈ പറയുന്നത്. വമൻഹാതുൻ അനിൽ ഇസ്മി, തിന്മയിലേക്ക് പോകാതെ നിങ്ങളെ തടഞ്ഞു നിർത്തേണമെങ്കിൽ രാത്രി 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിക്കണം. ആണും പെണ്ണും നിസ്കരിക്കണം. ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിസ്കരിക്കണം. വമൻഹാതുൻ അനിൽ ഇസ്മി, തിന്മയിലേക്ക് പോകാതെ നിങ്ങളെ അല്ലാഹു രക്ഷിക്കണമെങ്കിൽ 2 റക്അത്തെങ്കിലും ഒരു ദിവസം നിസ്കരിക്കുന്ന അല്ലാഹുവിന് വേണ്ടി. സുബഹിക്ക് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് അതിനെ കിട്ടും. അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് പറ്റുന്നവർ അങ്ങനെ. തെറ്റുകൾ സംഭവിച്ചു പോയതെല്ലാം അല്ലാഹു പുറത്തു തരാൻ ആ രാത്രിയിലെ 2 റക്അത്തിന് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തേത് ശരീരത്തിന് വരുന്ന വലിയ വലിയ അസുഖങ്ങളെ തടുക്കാനും രാത്രിയിലെ നിസ്കാരത്തിന് കഴിയുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. എത്രയോ ക്യാൻസർ രോഗികളുണ്ട്. അല്ലാഹുവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ. മത്റദത്തുൻ ലിദ്ദാഇ അനിൽ ജസദ്, അസുഖം, വലിയ വലിയ അസുഖം വരാതിരിക്കാനുള്ള ചികിത്സ രാത്രിയിലെ നിസ്കാരമാണ്. ചെയ്തുപോയി തെറ്റുകൾ പൊറുക്കപ്പെടാൻ രാത്രി നിസ്കരിക്കണം. തെറ്റിലേക്ക് ചിന്ത പോകാതിരിക്കാൻ രാത്രി നിസ്കാരം. ഖുർബത്തുൻ ഇലല്ലാഹ്, അത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കുകയാണ്. അല്ലാഹുവിലേക്ക് അടുപ്പിക്കുകയാണ് നമ്മളെ. എല്ലാരും ഉറങ്ങല്ലേ, അത് ആരും അറിയുന്നില്ല എന്നതാ പ്രത്യേകത. നിങ്ങൾ സുബഹിസ്കാരത്തിന് പോയ ആരെങ്കിലും സുബഹിസ്കാരത്തിന് വരുന്ന ആളാ, അത് 4 ആൾ അറിഞ്ഞെന്ന് വരും. ആ വരുന്നവരറിയുമല്ലോ. ളുഹറിന് പോയാലും അറിയും, സുബഹി അസറിന് പോയാലും അറിയും, മഗ്രിബിന് ഇശാക്ക് പോയ ജുമഅക്ക് പോയാലും മനുഷ്യന്മാര് കാണുന്നുണ്ട്. പക്ഷെ ആരും കാണാതെ അവനവന്റെ വീട്ടില്. ചിലർ പറയും, രാത്രി നിന്ന് നിസ്കരിക്കുമ്പോ വലിയ വെളിച്ചല്ല ബൾബൊന്നും ഇട്ടേക്കരുത് റൂമില്, ബാക്കിയുള്ളവർ നാട്ടുകാർ കണ്ട ആള് നീച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അറിയോലോ. അത് അറിയിക്കണ്ട, ഇതാരും അറിയണ്ട, നിങ്ങളും പടച്ചോനും മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ഈ പബ്ലിസിറ്റി ചെയ്യാൻ ഒരുപാട് ഉഷാറാ. നമ്മള് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ പബ്ലിസിറ്റി? നമ്മൾ അള്ളാഹുവിന് വേണ്ടി കുറച്ച് ഒളിപ്പിച്ചു വെക്കുക. നമ്മളും റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. ആ ഒരു ബന്ധം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അതിന്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റും, എല്ലാവർക്കും പറ്റും. പണ്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ മരണത്തെ ഓർത്തുകൂടാന്നൊക്കെ പറയാം ഉസ്താദന്മാർ വേദ പറയുമ്പോൾ. കിതാബിൽ അങ്ങനെ തന്നെ കാണും. ഇന്ന് പഠിക്കുന്ന കുട്ടികൾ നല്ലോ മരണത്തെ ഓർക്കണം എന്നപ്പോ പറയേണ്ടത്. കാരണം അവരാണ് ഇപ്പൊ പിഴച്ചു പോകുന്നത്. നല്ല ഓർക്കണം, അള്ളാഹുലേക്ക് മടങ്ങുക. മരിച്ചു പോകേണ്ട ലോകമാണ്. ആത്മാക്കളുടെ ലോകത്തും തുടങ്ങിയ യാത്രയിലെ ചെറിയൊരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇനി ഖബറിലുള്ള ജീവിതം ദീർഘമാണ്, മഹ്ശറ ദീർഘമാണ്, അതിന്റെ ഇടക്കുള്ള 40 ദീർഘമാണ്, പിന്നെ ആലമുൽ ആഖിറ അനശ്വരമാണ്. ഇവിടെ കുറച്ചു നേരത്തൊരു വെയിറ്റിംഗിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ക്ലിയർ ചെയ്യണം. അതിന് മനസ്സ് അള്ളാഹുലേക്ക് കൊടുക്കും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മളൊരു നിയ്യത്ത് ചെയ്യുക ഈ സദസ്സിൽ വെച്ചിട്ട്. എന്ത്? നേരത്തെ കിടന്നുറങ്ങണം കേട്ടോ. 2 മണിക്ക് പോയി കിടന്നുറങ്ങിയിട്ട് നിങ്ങൾക്ക് സുബഹി പോലും കിട്ടൂല, ഉറപ്പാ. ഏർലി ടു ബെഡ് ഏർലി ടു റൈസ്. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. അള്ളാഹു നമുക്ക് ആയുസ് ആരോഗ്യം തരുന്ന കാലത്തോളം നമ്മൾ ഇൻഷാ അള്ളാഹ് ചൊല്ലിയിട്ട് 2 റക്അത്തെങ്കിലും ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും. പിന്നെ സുബഹിനെ പറ്റി വർത്താനല്ലല്ലോ. സുബഹിക്ക് അള്ളാഹുവിന്റെ പ്രശ്നം വരുന്നില്ല. തഹജ്ജുദിനെ പറ്റി നമ്മൾ പറയുന്നത് 2 റക്അത്ത്. നമ്മുടെ ഈ കാവമ്പടിക്കാരും മുഴുവനും ഈ പരിസര പ്രദേശത്ത് ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ നമ്മളൊക്കെയും മരിക്കണവരെ
ഞാനത് ചെയ്യും. നമുക്ക് തെറ്റെന്ന് വിട്ടു നിൽക്കണ്ടേ? നമ്മുടെ തെറ്റല്ലാഹു പുറത്തു തരണ്ടേ? നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോരോ ചിന്തകൾ വരികയാണ്. ചെറുപ്പക്കാരൊക്കെ നന്നായി ജീവിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരെ ചില പെൺകുട്ടികളെ വെളുപ്പിക്കുന്നത്, അച്ചടക്കത്തിൽ ഇസ്ലാമിന്റെ വേഷം വിട്ട് നടക്കുന്ന പെൺകുട്ടികളെ ചില ചെറുക്കന്മാരെ ഒന്ന് വെളുപ്പിക്കുന്നത്. ഇതിന്നൊക്കെ രക്ഷ വേണ്ടേ? അള്ളാഹിന്റെ അടുത്ത് രക്ഷപ്പെടണ്ടേ? തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം. ശരീരത്തിൽ മാരക രോഗം വരാതിരിക്കാൻ എന്തൊക്കെ പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വാലിഹീങ്ങളുടെ മാർഗമാണത്. പിന്നെ ഖുർബത്തുൻ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാണ്. പിന്നെ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടും തിന്മയിലേക്ക് പോകാതിരിക്കാൻ. തിന്മകൾ അള്ളാഹു പുറത്തു തരും. ശരീരത്തിന് അള്ളാഹു രോഗം വരാതെ കാത്തു സൂക്ഷിക്കും. 2 റക്അത്തെങ്കിലും മിനിമം. അള്ളാഹു അനുവദിച്ചാൽ, അള്ളാഹു തൗഫീക്ക് തരാണെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കുക. ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് വരും, അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ പരമാവധി പരിശ്രമിക്കും. അത് ചെയ്യുന്ന ആളുകൾ നിലനിർത്തി കൊണ്ടുപോകാൻ നിയത്തി. ഇതൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, സദസ്സിലുണ്ടാവും. അവരുടെ മുഖത്ത് വെളിച്ചം കാണും, ദുആ ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിച്ചാൽ അത് പകലിന്റെ വെളിച്ചത്തിൽ മുഖത്തിന് ദുആ ആണ്, പ്രകാശമാണ്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇനി ഞാൻ പരിശ്രമിക്കുമെന്ന് എല്ലാവരും ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാട്ടെ, ഉറക്കെ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്യാണ്. ഇതാണ് നിങ്ങളോട് പറയണം. നിങ്ങളാരും 10 രൂപ തരണം എന്നല്ല ഇപ്പോൾ ഇൻഷാ അല്ലാഹ്ന്റെ അർത്ഥം. നിങ്ങളാരും സംഭാവന തരണം എന്നല്ല ഇപ്പൊ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോട് പറയും ചെയ്യരുത്. നിങ്ങളും അള്ളാഹും മാത്രം അറിഞ്ഞാൽ മതി. ഒരാളെയും ഞാൻ ഇന്നലെ നിസ്കരിച്ചിട്ടോ തഹജ്ജുദ് എന്ന് പറയാൻ നിൽക്കല്ലേ. അതൊന്നും പറയാൻ പാടില്ല. ചില സ്വകാര്യത വേണം. ആരോടും മിണ്ടരുത്. ഇത് നിങ്ങളും പടച്ചോനെ മാത്രം അറിഞ്ഞാൽ മതി.